Hi friends, ഞാൻ ഷിനി നിതീഷ്. വെൽക്കം ബാക്ക് ടു Ruchi. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു സീക്രട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ലോസിന് പറ്റിയൊരു ടീ ആണ്. ഞാനിത് 2 ആഴ്ചയായി കുടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എല്ലാവർക്കും ഒരു ഇഷ്യൂ ആണ് ഈ വെയിറ്റ് ഗെയിനിങ്, സ്പെഷ്യലി PCOD അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഹോർമോണിൻ്റെ പ്രശ്നം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. എക്സസൈസ് ആയാലും ഡയറ്റ് ആയാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല, എസ്പെഷ്യലി ഹൗസ് വൈഫ്സിന്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ഗ്ലാസ് പ്ലെയിൻ വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സാധാരണ ഫിൽറ്റേർഡ് വാട്ടർ. ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സിനമൺ പൗഡറാണ്. സിനമൺ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ട, അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ നമ്മളെ ഷുഗർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ വയറിൻ്റെ അകത്തും എല്ലാ ഫംഗൽ ഇൻഫെക്ഷൻസും മാറ്റാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, അതായത് ജോയിൻറ്റ് പെയിൻ എല്ലാം മാറ്റാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സിനമണിന് നമ്മളെ ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ ഒരുപാട് കഴിവുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ. നമുക്കറിയാം ഈ ഒരു ജനറേഷൻ നമ്മളെല്ലാവരും ഒരുപാട് ഫാറ്റി ഫുഡും ജങ്ക് ഫുഡും കഴിക്കാറുണ്ട്. അതിൻ്റെ ബാഡ് എഫക്റ്റ് കുറയ്ക്കാനും സിനമണിന് സാധിക്കും. സാധാരണ പട്ടേൻ്റെ കഷ്ണങ്ങൾ സ്റ്റിക്സ് നമുക്ക് വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടും ആക്കാം. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള സിനമൺ പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട വാങ്ങിച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. വെള്ളം നല്ലോണം ചൂടായിട്ടാകുമ്പം നമുക്ക് 1.5 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. സിനമൺ പൗഡർ അല്ലെങ്കിൽ പട്ടേൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് വരെ, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നല്ലോണം തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് വരെ ഇത് നല്ലോണം തിളപ്പിക്കാം. എനിക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് PCODൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഇഷ്യൂവും ഉണ്ട്. ഞാനിതിപ്പം 2 ആഴ്ചയായിട്ട് 2 നേരം വെച്ച് കുടിക്കുന്നുണ്ട് സിനമൺ ടീ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ PCOD ഇല്ല എല്ലാവർക്കും ഇത് ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 2-3 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഒരു ദിവസം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ലോണം ഇത് തിളച്ച് വരുന്നുണ്ട്. മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നത് വഴിയാണ് നമ്മളിത് വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഫാറ്റി ഫുഡിൻ്റെയൊക്കെ ബെല്ലിയിൽ അടിഞ്ഞുകൂടുന്ന ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ട് 3 മിനിറ്റ് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സിനമൺ ടീ റെഡിയാവും. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ചൂടോടെ ചായ കുടിക്കുന്നത് പോലെ കുടിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. അല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ കുടിക്കാൻ വിഷമമാണെങ്കിൽ കുറച്ച് ഹണി, തേനും കൂടി ഇതിൽ ചേർത്തിട്ട് കുടിക്കാം. നമ്മളെ വെയിറ്റ് ലോസിന് പറ്റിയ സിനമൺ ടീ ഇവിടെ റെഡിയായി. എനിക്കിത് ചൂടോടെ കുടിക്കാനാണ് ഇഷ്ടം. ചൂടോടെ കുടിക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നു. സിനമൺ പൗഡർ അല്ലെങ്കിൽ പട്ടേൻ്റെ പൊടി എന്തായാലും ചെറിയ തരിതരിപ്പോടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് അരിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാൻ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സിനമൺ ടീ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ടു Ruchi. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.